നൈസ ലിറ്റിൽ ലെഗ്സ് കുഞ്ഞു നൈസയുടെ പേരിലുള്ള പുതിയ സ്ഥാപനം. പുതുവർഷ പുലരിയിൽ മേപ്പാടി ടൗണിലാണ് കുഞ്ഞുടുപ്പുകളും കളിപ്പാട്ടങ്ങളും ഒക്കെ വിൽക്കുന്ന പുതിയ കട പ്രവർത്തനം തുടങ്ങിയത്. ചലച്ചിത്ര ടെലിവിഷൻ താരം വിനോദ് കോവൂർ മുൻകൈയെടുത്താണ് ഒരു സംഘം മനുഷ്യസ്നേഹികളുടെ സഹായത്തോടെ നൈസയ്ക്കും ഉമ്മയ്ക്കുമായി ഇങ്ങനെയൊരു സംരംഭം തുടങ്ങിയത്. ഉമ്മ ജസീല ഇനി ലിറ്റിൽ ലെഗ്സിൽ നിന്നും അതിജീവനത്തിന്റെ പുതിയ താളുകൾ തുന്നിച്ചേർക്കും. വിനോദ് കോവൂർ പുതിയ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. എല്ലാവരുടെയും ഒരു പ്രയത്നമാണ് ഈ കട. ഇനി ഇത് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ജസീലയ്ക്ക് സാധിക്കണം. മേപ്പാടിയിലെ എല്ലാ നല്ലവരായ നാട്ടുകാരോട് ഞാൻ പറയുകയാണ്, എന്തെങ്കിലും കുട്ടികളുടെ ബർത്ത്ഡേയോ കല്യാണമോ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ ഈ കടയിൽ വന്നൊരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊരു കാര്യവുമാവും, ഒപ്പം ജസീലയ്ക്ക് ജീവിക്കാനുള്ള ഒരു മാർഗം കൂടിയാവും. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഉപ്പയെയും രണ്ട് ചേച്ചിമാരെയും വല്യുപ്പയെയും വല്യുമ്മയുമാണ് നൈസമോൾക്ക് നഷ്ടമായത്. ഉമ്മ ജസീലയ്ക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആശുപത്രിയിലെത്തിയ പ്രധാനമന്ത്രിയുടെ മടിയിലിരിക്കുന്ന നൈസമോളുടെ ചിത്രം രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, വയനാട്. എം കമലാണ് നമ്മുടെ കൂടെയുള്ളത്. കമൽ, പുതിയ വർഷത്തിൽ പുതിയ ജീവിതത്തിലേക്ക് കാലുറപ്പിക്കുകയാണല്ലേ, അങ്ങനെ തന്നെ വേണം നമുക്ക് പറയാൻ. ഒരു സമയത്ത് വേദനയാണ് എന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നിലേക്ക് എത്തിയവരാണ് നൈസയും ഉമ്മയും. അവരാണ് ദാ പുതിയൊരു സംരംഭം ആരംഭിച്ചിരിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം കഴിഞ്ഞ രക്ഷാപ്രവർത്തനമൊക്കെ നടക്കുന്ന വേളയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ പ്രദേശം സന്ദർശിക്കുന്നത്. അദ്ദേഹം ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെയും കണ്ടു. അപ്പോഴാണ് ഈ പരിക്കേറ്റ ഉമ്മയോടൊപ്പം ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന നൈസമോളെ പ്രധാനമന്ത്രി എടുത്ത് ഓമനിച്ചത്. ആ ദൃശ്യവും ചിത്രവും ആ സമയത്ത് ലോകം മുഴുവൻ ശ്രദ്ധയോടെ കണ്ടതാണ്. നൈസമോൾക്ക് ദുരന്തത്തിൽ സ്വന്തം ഉപ്പയെയും രണ്ട് ചേച്ചിമാരെയും വല്യുപ്പയെയും വല്യുമ്മയെയും നഷ്ടപ്പെട്ടിരുന്നു. ഉമ്മയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അവരെ സന്ദർശിക്കാനാണ് പ്രധാനമന്ത്രി അന്ന് എത്തിയത്. ആ ദൃശ്യം കണ്ടപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് നൈസമോളുടെ കുടുംബത്തെയും മറ്റ് ദുരന്തബാധിതരെയും ഒക്കെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ വലിയ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുമെന്നൊക്കെ ആയിരുന്നു. അതൊന്നും ഉണ്ടായില്ല. അതിലൊക്കെ വലിയ നിരാശയുണ്ടായി. പക്ഷേ ഇപ്പോഴെന്തായാലും നൈസമോൾക്കും ഉമ്മ ജസീലയ്ക്കും ഒരു ജീവിതമാർഗം തുറന്നിരിക്കുന്നു. നൈസ ലിറ്റിൽ ലെഗ്സ് എന്ന പേരിൽ പുതുവർഷ പുലരിയിൽ മേപ്പാടിയിൽ ഒരു കട ആരംഭിച്ചിരിക്കുന്നു. അതിൽ കുട്ടികളുടെ വസ്ത്രങ്ങളും അതുപോലെ കളിപ്പാട്ടങ്ങളുമൊക്കെയാണ് ഉള്ളത്. ചലച്ചിത്ര ടെലിവിഷൻ താരമായ വിനോദ് കോവൂർ മുൻകൈയെടുത്താണ് ഇങ്ങനെയൊരു സ്ഥാപനം തുടങ്ങിയത്. നിരവധി ആളുകളിൽ നിന്ന് സഹായമൊക്കെ സ്വീകരിച്ചാണ് ഇങ്ങനെയൊരു ജീവിതമാർഗം നൈസമോളുടെ ഉമ്മ ജസീലയ്ക്കായി തുടങ്ങിയിരിക്കുന്നത്. വിനോദ് കോവൂർ തന്നെയാണ് കട ഉദ്ഘാടനം ചെയ്തതും. CPIM നേതാക്കളായ കെ റഫീഖും CK ശശീന്ദ്രനും ഒക്കെ ഇതിൽ സംബന്ധിച്ചിരുന്നു. എന്താണെങ്കിലും നൈസമോളെ ആരും മറന്നിട്ടില്ല എന്നുള്ളത് വലിയ ആശ്വാസം തന്നെ. സമൂഹം അവരെ ചേർത്തു പിടിക്കുന്നു. അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷവും ആശ്വാസവും ഒക്കെ തോന്നുന്നുണ്ടല്ലോ. ഒരു സമയത്ത് നമ്മൾ ഒരുപാട് വേദനയോടുകൂടി കേട്ട പേരാണ് കുഞ്ഞ് നൈസയൊക്കെ നമ്മൾക്ക് ഓർമ്മയുണ്ടാകും. പക്ഷേ തളരാതെ മുന്നേറുകയായിരുന്നു. ഒരുപാട് പേർ പിന്തുണയുമായിട്ടും അവരോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഇപ്പോൾ ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന്റെ സ്വപ്നങ്ങളെ പോലെ തന്നെ അത്രയും മനോഹരമായ കുഞ്ഞുടുപ്പുകളും കളിപ്പാട്ടങ്ങളും ഒക്കെ നിറഞ്ഞ ആ പുതിയൊരു ഷോപ്പ് മേപ്പാടിയിൽ ആരംഭിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പുതുവർഷത്തിൽ നമ്മൾ കേൾക്കുന്ന മറ്റൊരു മനോഹരമായ ഒരു വിവരം കൂടിയായി മാറുകയാണല്ലേ. അങ്ങനെ അതിജീവനത്തിന്റെ പുതിയൊരു അധ്യായം കൂടി തുറന്നിരിക്കുകയാണ് നൈസയും ഉമ്മയും. വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ശരി കമൽ.